വെൽക്കം ടു കോഡ്കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പൈത്തൺ, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് പൈത്തൺ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ആരൊക്കെയാണ് പൈത്തൺ പഠിക്കുന്നത്, അതുമാത്രമല്ല നമുക്ക് എങ്ങനെ എവിടെ നിന്നൊക്കെയാണ് പൈത്തൺ പഠിക്കാനായിട്ട് പറ്റുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പൈത്തൺ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞാൻ 14 ഡേയ്സിന്റെ ഒരു കോഴ്സ് പരിചയപ്പെടുത്തി തരാം. അതായത് അതിനകത്ത് 50+ പ്രോഗ്രാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സ്വന്തമായിട്ട് ചെയ്ത് ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അതിന്റെ അവസാനമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു സ്വന്തമായിട്ട് പ്രൊജക്ട് അതിന്റെ കൂടെ ബിൽഡ് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റെസ്യൂമേലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് നെക്സ്റ്റ് ഈ ഒരു 14 ഡേയ്സ് എന്തുണ്ട്, നിങ്ങൾക്ക് കംപ്ലീറ്റ് ടെക്നിക്കൽ സപ്പോർട്ടും കാര്യങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 5 ഇയർ എക്സ്പീരിയൻസ്ഡ് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷഹീൻ ഹൈദർ ആണ് ഈ ഒരു കോഴ്സ് മെന്റർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിനകത്ത് എന്തൊക്കെ ഡൗട്ട്സ് വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യാം, അദ്ദേഹത്തോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് പൈത്തന്റെ ബേസിക് കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് വെറും 1000 രൂപയാണ് വരുന്നത്. പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ കോഡ്കോഡേഴ്സ് കമ്മ്യൂണിറ്റി ഉള്ളവരാണെന്ന് നിങ്ങളുടെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പൊ അവരെ കോൺടാക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈ ഒരു കോഴ്സ് 599 രൂപയ്ക്ക് അവർ തരുന്നതാണ്. ഇനി നമുക്ക് എന്താണ് പൈത്തൺ എന്ന് നോക്കാം. ജാവ, C++, C# ഒക്കെ പോലെ തന്നെ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ലാംഗ്വേജസിനെ പോലെ തന്നെ എന്താണ്, ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പൈത്തൺ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, ഡാറ്റ സയൻസ്, വിഷ്വൽ ലേണിംഗ് ആപ്ലിക്കേഷൻ, ഓട്ടോമേഷൻ, ബാക്ക് ആപ്ലിക്കേഷന്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ പ്രോട്ടോടൈപ്പിംഗ്, മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഇങ്ങനെ പല ടൈപ്പുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൈത്തൺ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മൾട്ടി പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് അറിയപ്പെടുന്നത്. പൈത്തൺ ലാംഗ്വേജ് വളരെ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണെന്ന് പറയാറുണ്ട്. കാരണം എന്താ, നിങ്ങളിപ്പോ സപ്പോസ് മാക്കിൽ ഒരു കോഡ് ചെയ്ത്, അപ്പൊ നിങ്ങൾക്ക് മാക്കിൽ അത് റൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ലിനക്സിലോ അല്ലെങ്കിൽ വിൻഡോസിലൊക്കെ നിങ്ങളുടെ സെയിം കോഡ് റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് നിങ്ങൾ അതിൽ കൂടുതൽ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, പൈത്തൺ ഒരു പോർട്ടബിൾ ലാംഗ്വേജ് ആണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പൈത്തൺ ഇത്രയും പോപ്പുലർ ആവാൻ കാരണം നോക്കാം. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലാംഗ്വേജസിന്റെ ലിസ്റ്റിൽ നമുക്ക് പൈത്തൺ കാണാനായിട്ട് സാധിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും പോപ്പുലർ ആവാൻ കാരണം, നമുക്ക് തന്നെ അറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ് ഇതൊക്കെ ഇപ്പോൾ നല്ല ഹൈപ്പിൽ നിൽക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ChatGPT, അതുപോലെ തന്നെ മിഡ് ജേണി, അങ്ങനെ ഒരുപാട് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ, അതായത് നമുക്ക് AI ടൂൾസ് ഒക്കെ ഒരുപാട് വരുന്നതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ എന്തുണ്ട്, പൈത്തന്റെ കരങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതില് നമുക്ക് നോക്കാം പൈത്തൺ എന്തുകൊണ്ടാണ് പോപ്പുലർ ആവാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത്, മറ്റ് ലാംഗ്വേജസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൈത്തന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിന്റാക്സ് ആണ്. അതായത് കുറച്ച് ലൈൻ ഓഫ് കോഡ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് ആർക്കും എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിനകത്ത് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുമാത്രമല്ല, ഇതില് ഒരുപാട് ലൈബ്രറീസും മൊഡ്യൂൾസ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ കുറച്ച് ലൈൻ ഓഫ് കോഡ് കൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. പൈത്തൺ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ വളരെ വലിയൊരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട് പൈത്തണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന ടൈമാണെങ്കിൽ ഒരുപാട് റിസോഴ്സസും അതുപോലെ തന്നെ മെറ്റീരിയൽസും സപ്പോർട്ടീവ് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇനി ആരൊക്കെയാണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് മാത്രമല്ല, ഡാറ്റ അനലിസ്റ്റ്, അതുപോലെ തന്നെ ഡാറ്റ സയന്റിസ്റ്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ്, നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ്, ഇങ്ങനെ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഏതൊക്കെ കമ്പനീസ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്? ഗൂഗിള്, ആമസോണ്, നെറ്റ്ഫ്ലിക്സ്, അതുപോലെ തന്നെ സ്ട്രൈപ്പ്, സ്പോട്ടിഫൈ, ഇൻസ്റ്റഗ്രാം, ഇങ്ങനെ ഒരുപാട് ബിഗ് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് പൈത്തൺ ലാംഗ്വേജ് പഠിക്കാൻ നോക്കാം. അപ്പോൾ python.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഡോക്യുമെന്റേഷനും കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ യൂട്യൂബ്, അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പിന്നെ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഡോക്യുമെന്റേഷനും അതിന്റെ റിസോഴ്സസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ പൈത്തൺ ഒരു പോപ്പുലർ ലാംഗ്വേജ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സിന്റാക്സും കാര്യങ്ങളാണ്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു 14 ഡേയ്സിന്റെ നിങ്ങൾ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 5 ഇയേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മെന്റർ ആണ്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആകുന്ന ടൈമിൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ സെൽഫായിട്ട് ലേൺ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് അത്യാവശ്യമായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചോദിക്കാം.
നിങ്ങൾക്ക് കോഡിൽ വരുന്ന ഡൗട്ട്സ് മാത്രമല്ല, ഇനി നെക്സ്റ്റ് ലെവലിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, നിങ്ങൾ പൈത്തണിൽ തന്നെ ഏതൊക്കെ കാര്യങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് ഒരു ഹൈ ഇൻകം ജോബ് കിട്ടുക, അതൊരു ഹൈ ഇൻകം ജോബിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇത് മാത്രമല്ല, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആരൊക്കെയാണ് കാണുന്നത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ കറന്റ്ലി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ജസ്റ്റ് എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.